ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം അവസാനിപ്പിച്ചു. മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. നിലവിൽ സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കില്ല, പക്ഷേ മാറ്റങ്ങൾ വരുത്തുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി. എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു. CITU, INTUC, VMS, AITUC, പിന്നെ സ്വതന്ത്ര സംയുക്ത സമരസമിതി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത്. അതിന്റെ റിസൾട്ട് എല്ലാവരും സമരം പിൻവലിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സർക്കുലർ പിൻവലിക്കണം എന്നായിരുന്നു സമരത്തിന്റെ ആവശ്യം. പക്ഷേ സർക്കുലർ പിൻവലിക്കുകയല്ല. സർക്കുലറിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ആശയസമ്പുഷ്ടമായ ചില മാറ്റങ്ങൾ സർക്കുലറിൽ വരുത്തുകയാണ്. മെയിനായിട്ടുള്ളത് 40 ലൈസൻസ് ഒരു ഓഫീസിൽ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 40 ലൈസൻസ് ടെസ്റ്റ് നടത്തും. ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുവെന്നും പൂർണ്ണ തൃപ്തരാണ് സംയുക്ത സമരസമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് പറഞ്ഞു. ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന CITU മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തുന്ന വാഹനത്തിൽ ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം അംഗീകരിക്കില്ല. ടെസ്റ്റുകളുടെ എണ്ണം ഉയർത്തണമെന്നും CITU നേതാക്കൾ ആവശ്യപ്പെട്ടു. സമരം തുടരണമോ എന്ന് CITU സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. അല്ല, ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയൊന്നുമില്ല. കാരണം നമ്മൾ ആവശ്യപ്പെട്ടതിന് കുറച്ച് ഭേദഗതികൾ വരുത്തി തന്നു. ഒന്ന്, നമ്മുടെ ടെസ്റ്റിൻ്റെ എണ്ണം 40 എന്നുള്ള 80 ആക്കി തന്നു. അപ്പോഴും പഴയപടി എത്തിയിട്ടില്ല. 4 ME-മാരുള്ള ഒരു ഓഫീസിൽ 160 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഓഫീസിന് പരമാവധി 80 ആക്കി നിജപ്പെടുത്തി. പിന്നെ വാഹനങ്ങളുടെ 15 വർഷം എന്നുള്ള 22 വർഷമാണ് CITU ആവശ്യപ്പെട്ടത്. അത് 18 ആയി. മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തുന്ന വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള മന്ത്രിയുടെ നിർദ്ദേശവും CITUവിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പിന്നെ സമരം താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. CITU നേതൃത്വമൊക്കെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർ ചർച്ചകൾ 23-ാം തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ യൂണിയൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിക്കൊണ്ട് അറിയിക്കും. അശ്വിൻ ടിയാഗോയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ചർച്ചയിൽ ഗതാഗത മന്ത്രി ഇപ്രകാരമാണ് പറഞ്ഞത്: സർക്കുലർ പിൻവലിക്കില്ല, എന്നാൽ പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്തും. ഇക്കാര്യത്തിൽ പൂർണ്ണ തൃപ്തരാണോ സമരസമിതി ഉൾപ്പെടെ? ഇപ്പോൾ CITU ഒരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. പൂർണ്ണ തൃപ്തരല്ലെന്നാണ് CITUവിന്റെ നിലപാട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം പിൻവലിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ മന്ത്രിയുമായി നടത്തിയ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഈ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത്, ഇപ്പോൾ നിലവിൽ ഈ സർക്കുലർ പിൻവലിക്കില്ല, പകരം പ്രായോഗികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ അവർ കൂടുതൽ ഇളവുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് പ്രായോഗികമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം അത് 40 തന്നെയാണ്. പക്ഷേ 2 MVI ഉദ്യോഗസ്ഥരുള്ള സ്ഥലങ്ങളിൽ ഈ ടെസ്റ്റ് 80 വരെ നടത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കയ്യിൽ ഗിയർ വരുന്ന ഈ MIT പോലുള്ള വാഹനങ്ങൾ അത് തുടരാൻ കഴിയില്ല. പകരം ഈ കാലിൽ ഗിയർ വരുന്ന വാഹനങ്ങളിലേക്ക് മാറ്റാൻ 3 മാസത്തെ സമയം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കൽ, ഈ ടെസ്റ്റ് നടത്തുമ്പോഴുള്ള ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കൽ, അത് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അവരുടെ സംയുക്ത സമിതിയും എല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ തന്നെ ഈ ക്യാമറകൾ വെക്കും. ഈ ക്യാമറകൾ മോട്ടോർ വാഹന വകുപ്പ് തന്നെയായിരിക്കും വെക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. മാത്രമല്ല, ഈ പഴക്കം ചെന്ന വാഹനങ്ങളുടെ ഉപയോഗം, ഇത് ഈ നേരത്തെ 15 വർഷം വരെ ആയിരുന്നു ഈ പഴക്കം ചെന്ന വാഹനങ്ങളുടെ ഉപയോഗം. ഇത് 18 ആക്കി ഉയർത്തിയിട്ടുണ്ട്. 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. മാത്രമല്ല, KSRTCയുടെ 21 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ടെസ്റ്റുകൾ നടത്തുന്നതിനായി സജ്ജീകരിക്കും. ഈ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ 3 മാസത്തിനുള്ളിൽ തുറക്കും. അങ്ങനെ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി തയ്യാറായിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ മറ്റൊരു കാര്യം, ഈ CITU ഈ ഒരു മന്ത്രിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ തൃപ്തരല്ല എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത്, ഇതിൽ മന്ത്രി പറയുന്ന ഈ ഒരു വ്യവസ്ഥകൾ, ചില വ്യവസ്ഥകൾ അംഗീകരിക്കാനാവാത്തതാണ്. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം ഉയർത്തണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നൊന്ന്, ഈ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വാഹനത്തിൽ ടെസ്റ്റ് നടത്തണം എന്ന നിബന്ധനയും അംഗീകരിക്കാനാവില്ല. തുടർ സമരത്തെക്കുറിച്ച് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും എന്നതാണ് CITU അറിയിച്ചത്. ചർച്ചയ്ക്ക് പിന്നാലെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. അശ്വിൻ ടിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.